Hello, good evening. Good evening, sir. Hello. Sir, കേൾക്കാൻ പറ്റുന്നുണ്ട്? Okay. Good evening, sir. Okay, നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ ഡേ 5 ആണ്. സബ്ജക്ട് ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിന്റെ ഡേ 5 ആണ് ഇന്ന് നമ്മൾ. ഹലോ സർ. ക്ലിയർ അല്ലേ സർ? ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സർ. അപ്പോ ഹലോ സ്റ്റുഡൻസ്, ഗുഡ് ഈവനിങ് ടു ദ സെഷൻ. നമ്മൾ ഇന്ന് സബ്ജക്ട് ഇൻട്രൊഡക്ഷൻ ഡേ 5 ആണ്. CA ഇന്റർമീഡിയറ്റ് കോഴ്സിന്റെ സബ്ജക്റ്റുകൾ പരിചയപ്പെടുന്നതിൽ. അപ്പൊ ഇന്ന് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ഗ്രൂപ്പുകളായിട്ടാണ് നമ്മൾ സബ്ജക്ട്സ് CA ഇന്റർമീഡിയറ്റിൽ വരുന്നത്. അതിൽ ഗ്രൂപ്പ് 2 പേപ്പർ 6 ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആൻഡ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് എന്ന് പറയുന്ന പേപ്പറിൽ SM സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മളോടൊപ്പം ഇന്ന് ജോയിൻ ചെയ്യുന്നത് CA അമൽ വിജയൻ സാർ ആണ്. സാറിനെ പറ്റി വളരെ എന്താ പറയാ, നമ്മുടെ ഈ SM പേപ്പർ വളരെയധികം നന്നായി ഹാൻഡിൽ ചെയ്യുന്ന ഒരു ഫേമസ് ഫാക്കൽറ്റിയും കൂടെയാണ് അദ്ദേഹം. അപ്പൊ നമ്മൾക്ക് നിങ്ങളിലേക്ക് ഈ ഒരു സബ്ജക്ട് എത്തിക്കുന്ന അദ്ദേഹമായിരിക്കും. അപ്പോൾ കൂടുതൽ സബ്ജക്റ്റിനെ കുറിച്ചും ഇതിന്റെ സബ്ജക്ട് ഡീറ്റെയിൽസ് എന്താണ്, മാർക്കിംഗ് എങ്ങനെയായിരിക്കും, എങ്ങനെയാണ് എക്സാമിന് പ്രിപ്പയർ ചെയ്യേണ്ടത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും സർ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഈ ഒരു സെഷൻ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ, സോ വൺസ് അഗൈൻ വെൽക്കം ഓൾ സ്റ്റുഡൻസ്. ആൻഡ് സർ, നമ്മുടെ ഒപ്പം ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത് CA ഫൗണ്ടേഷൻ റിസൾട്ട്സ് വെയിറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസും ഒപ്പം ഡയറക്റ്റ് എൻട്രി ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത സ്റ്റുഡൻസും ആണ്. അപ്പോ നമുക്കത് സെഷനിലേക്ക് കിടക്കാം സർ. ഓക്കെ സർ. സർ ഓഡിബിൾ അല്ല. ഓഡിയോ ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ ഓക്കെ, ഇപ്പൊ ക്ലിയർ ആണ് സർ. ഓക്കെ. Hi guys, good evening. Hello, good evening. Good evening, sir. Good evening. നമ്മുടെ പേപ്പർ ഏതാണെന്നറിയാവോ? സ്ക്രീനിൽ ഇട്ടിട്ടുണ്ടല്ലേ. സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ആണ് പേപ്പർ 6B. സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ബേസിക്കലി ഇതൊരു തിയറി പേപ്പറാണ്. നമ്മളിവിടെ പഠിക്കുന്നത് ബിസിനസ് സ്റ്റഡീസ് ആയിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ്. ബിസിനസിന്റെ ഓപ്പറേഷൻസും അവിടെ ഒരു ബിസിനസ്സിന് എങ്ങനെ ഈ കോമ്പറ്റേറ്റീവ് എൻവയോൺമെന്റിൽ സ്ട്രാറ്റജീസ് ഫോർമുലേറ്റ് ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്ത് എങ്ങനെ റെലവെന്റ് ആയിട്ട് നിൽക്കാം എന്നതിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, നിങ്ങളും കേട്ടിട്ടുണ്ടോ പല കമ്പനീസും ഫോളോ ചെയ്യുന്ന സ്ട്രാറ്റജീസ്. ഓക്കെ, ഈ ഓരോ സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ്, അത് വെച്ച് കമ്പനി എങ്ങനെയാണ് അവിടെ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അവർക്ക് എങ്ങനെയാണ് മാർക്കറ്റ് പ്ലേസിൽ സർവൈവ് ചെയ്യാൻ പറ്റുന്നത്, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരുന്നൊരു പേപ്പറാണ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ്. പേപ്പർ 6ന് 2 പാർട്ടുണ്ട്. പേപ്പർ 6A ഫിനാൻഷ്യൽ മാനേജ്മെന്റും പേപ്പർ 6B സ്ട്രാറ്റജിക് മാനേജ്മെന്റും. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആക്ച്വലി ഒരു പ്രോബ്ലം പേപ്പറാണ്. ദർ യു ഹാവ് ടു വർക്ക് ഔട്ട്. ഒരു പ്രൊജക്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ എത്രയൊക്കെയാണ് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുക, ഓക്കെ, അല്ലെങ്കിൽ എങ്ങനെ ഒരു പ്രൊജക്ട് നമ്മൾ റൺ ചെയ്യുവാണെങ്കിൽ ആ പ്രൊജക്റ്റിൽ നിന്നുള്ള ക്യാഷ് ഫ്ലോസ് നമുക്ക് ഫേവറബിൾ ആയിരിക്കും എന്നൊക്കെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ പഠിക്കുന്നത്. അതിനെ കോംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു പേപ്പറാണ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ്. ഇവിടെ നമ്മൾ നോക്കുന്നത് ഈ ഫിനാൻഷ്യൽ മെട്രിക്സ് മാത്രമല്ല, ഒരു കമ്പനി എങ്ങനെ ഒരു മാർക്കറ്റ് പ്ലേസിൽ എത്തരത്തിൽ പെർഫോം ചെയ്താൽ വിജയിക്കും, ഓക്കെ, ആ കമ്പനി ഫോളോ ചെയ്യേണ്ട സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ്, ഓക്കെ, ആ സ്ട്രാറ്റജീസ് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാം, അതിന് ഏതൊക്കെ ഏരിയാസിൽ സപ്പോർട്ട് വേണം, ഏതൊക്കെ ഏരിയാസിൽ നമ്മൾ ശ്രദ്ധിക്കണം, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ നോക്കുന്നത് സ്ട്രാറ്റജിക് മാനേജ്മെന്റിൽ നോക്കുന്നത്. ഓക്കെ, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന ആ സബ്ജക്റ്റിനും 50 മാർക്സ് ആണ്, സ്ട്രാറ്റജിക് മാനേജ്മെന്റിനും 50 മാർക്സ് ആണ്. ഓക്കെ, 50-50. പേപ്പർ 6Aക്കും 50 ആണ്, പേപ്പർ 6Bക്കും 50 മാർക്സ് ആണ്. ഈ ഡിസ്ക്രിപ്റ്റീവിലേക്ക് വരുമ്പോൾ ആക്ച്വലി ഈ പേപ്പറിൽ 30 മാർക്സ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്, ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ 70 മാർക്സ് ഡിസ്ക്രിപ്റ്റീവ് ആണ്. 30 മാർക്സ് പറയും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും,
70 മാർക്സ് വന്നിട്ട് ഡിസ്ക്രിപ്റ്റീവ് ആണ്. ഈ 70 മാർക്സിനകത്ത് 35 മാർക്സ് ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ നിന്നും 35 മാർക്സ് സ്ട്രാറ്റജിക് മാനേജ്മെന്റിൽ നിന്നുമാണ്. ഓക്കെ, ഹലോ, ക്ലിയർ ആണെന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? ക്ലിയർ ആണ്. ഓക്കെ, ആക്ച്വലി സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ഇന്ററാക്റ്റീവ് ക്ലാസ് ആട്ടോ. നിങ്ങൾ സൈലന്റ് ആയിട്ട് ഇരിക്കുവാണെങ്കിൽ നമുക്കൊന്നും തന്നെ ഇതിനകത്ത് പറയാനില്ല. ഇറ്റ്സ് വെരി ഇന്ററാക്റ്റീവ് സെക്ഷൻസ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞ പോലെ ഈ പവർ പോയിന്റ് ഒക്കെ വെച്ച് നമ്മൾ ഓരോ കേസ് സ്റ്റഡീസ് ഒക്കെ എടുത്ത് നോക്കി, ഓക്കെ, അങ്ങനെ വളരെ ഇന്ററാക്റ്റീവ് ആയിട്ട് പോകുന്ന ഒരു പേപ്പറാണ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ്. ഓക്കെ, അത് ഞാൻ നിങ്ങളുടെ ഒപ്പീനിയൻ ചോദിക്കും. ഒരു കമ്പനി ഫോളോ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി അതെങ്ങനെയാണ് വർക്ക്ഔട്ട് ആകുന്നത്, ഓക്കെ, അതിന് റിയൽ ലൈഫിൽ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മളോട് നോക്കുന്നത്, സ്ട്രാറ്റജിക് മാനേജ്മെന്റ് നോക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഇന്ററാക്റ്റീവ് സെക്ഷൻസ് ആയിരിക്കും. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ, നിങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ ഇന്ററാക്ട് ചെയ്യുവാണെങ്കിൽ ഏറ്റവും വളരെ രീതിയിൽ പോകുന്ന ഒരു സെക്ഷനാണ് നമ്മുടെ ഈ സ്ട്രാറ്റജിക് മാനേജ്മെന്റ്. മാത്രമല്ല ഈ നമ്മുടെ ഈ സബ്ജക്റ്റില് ആകെ 5 ചാപ്റ്റേഴ്സേ ഉള്ളൂ, ഓൺലി 5 ചാപ്റ്റേഴ്സ്. അത് നമുക്കൊരു 8 days കൊണ്ട് കവറിങ് ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ ഈസി ആയിട്ടൊരു 35+, 50, ഒരു 35+ മാർക്ക് മേടിക്കാൻ ഈസി ആയിട്ട് പറ്റുന്ന ഒരു പേപ്പറാണ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ്. ഓൺലി 5 ചാപ്റ്റേഴ്സ് ആർ ദെയർ ഇൻ ദി സബ്ജക്ട്. അതൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെ കുറച്ചും കൂടി ഒരു ബിസിനസ് സെൻസ് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി തരിക. ഓക്കെ, നമ്മൾ ക്ലാസ്സിൽ ഇന്ററാക്ട് ചെയ്ത് ഓരോ കൺസെപ്റ്റ്സും എടുക്കുക. ഇനി നിങ്ങളുടെ എക്സാം ചോദിക്കുന്നത് ഈ കൺസെപ്റ്റ്സിനെ കുറിച്ചായിരിക്കും. ഓക്കെ, ഈ കമ്പനി ഫോളോ ചെയ്ത സ്ട്രാറ്റജി എന്താണ്, അതിന്റെ അഡ്വാൻറ്റേജസ് എന്താണ്, ഡിസഡ്വാൻറ്റേജസ് എന്താണ്. ഒരു സാഹചര്യം തന്നിട്ടുണ്ടാവും, ഈ ഒരു സിറ്റുവേഷനിൽ ഒരു കമ്പനി ഹൗ ടു ഫോർമുലേറ്റ് സ്ട്രാറ്റജി, അവർ ഏത് സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്യണം, അങ്ങനെ ഒരു സ്ട്രാറ്റജി ഒരു ഫോർമുലേറ്റ് ചെയ്ത് അത് അങ്ങനെ അവർ ഇംപ്ലിമെന്റ് ചെയ്യണം. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് വരിക. അങ്ങനെ ബിസിനസ്സുമായിട്ട് വളരെ വളരെ റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ടോപ്പിക്കാണ് ഇത് സ്ട്രാറ്റജിക് മാനേജ്മെന്റ്. ഓക്കെ, സമ്മൺ ഒന്ന് ഓൺലൈൻ വരാമോ ആരെങ്കിലും? ഹലോ, പാവതി, can you hear me? ഹലോ മാം, കേൾക്കുന്നുണ്ടോ? ഓക്കെ, ഒന്ന് ഓൺലൈനിൽ ഒന്ന് വീഡിയോ ഒന്ന് ഓണാക്കോ, ഇഫ് യു ഡോണ്ട് മൈൻഡ്. സംബഡി, ആരെങ്കിലും ഒരാൾ. ഹലോ, ഹലോ സ്റ്റുഡൻസ്, നിങ്ങളുടെ വീഡിയോസ് ഒന്ന് ഓൺ ആക്കാമോ? ആരെങ്കിലും ഒരാൾ, അറ്റ്ലീസ്റ്റ് ഒരാളൊന്ന് ഓൺ ആക്കി. എനിക്ക് ഇന്ററാക്റ്റീവ് ആയിട്ട് എടുക്കാൻ പറ്റും ഈ സെഷനെ, ബിക്കോസ് ഒരു പ്രോബ്ലം പേപ്പറോ അങ്ങനെയൊന്നും അല്ല. ഐ ജസ്റ്റ് വാണ്ട് ടു ഷെയർ മൈ കൺസേൺ ആൻഡ് യുവർ കൺസേൺസ്. അതിന് സംബഡി എന്നോട് സംസാരിക്കുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി വെരി ബെറ്റർ. ആരായാലും കുഴപ്പമില്ല. ഹലോ സർ. യെസ്, ഹലോ ശരണ്യ, താങ്ക് യു. പറയൂ ശരണ്യ, വാട്ട് യു എക്സ്പെക്ട്? സ്ട്രാറ്റജിക് മാനേജ്മെന്റ് കേൾക്കുമ്പോൾ എന്താ എക്സ്പെക്ട് ചെയ്യുന്നു? ബിസിനസിന്റെ ഓരോ സ്ട്രാറ്റജിയെ പറ്റിയായിരിക്കും പഠിക്കുന്നല്ലേ? ഈ ബിസിനസിന്റെ സ്ട്രാറ്റജിയെ പറ്റി പഠിക്കുമ്പോൾ നമുക്ക് ഈ കാൽക്കുലേറ്റർ യൂസ് ചെയ്തിട്ടുള്ള കൂട്ടലും കുറയ്ക്കലൊക്കെ ഉണ്ടാവും സാധാരണ രീതിയിൽ. വാട്ട് യു തിങ്ക്? ഉണ്ടായാലും കുഴപ്പമില്ല, ആക്ച്വലി ഇല്ല. ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. നമുക്ക് കാൽക്കുലേറ്റർ ടച്ച് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരുന്നില്ല. ഓക്കെ, പിന്നെ ഒരു തിയറി പേപ്പറാണ്. നമ്മൾ എങ്ങനെ പഠിക്കുന്നത്? തിയറി പഠിക്കാൻ ശരണിക്ക് ബുദ്ധിമുട്ടാണ്? കുഴപ്പമില്ല, കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ കാണാപ്പാഠം പഠിക്കുകയാണെങ്കിൽ മറന്നു. ഓക്കെ, സത്യമാണ്. കാണാതെ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണെങ്കിൽ നമ്മളിങ്ങനെ തത്തമേ പൂച്ച എന്ന് പറഞ്ഞ് പഠിക്കുകയാണെങ്കിൽ ദർ ഇസ് നത്തിങ്, നമ്മുടെ മൈൻഡിൽ അത് നിൽക്കില്ല. ഓക്കെ, അതിന്റെ കൺസെപ്റ്റ് അറിഞ്ഞ് പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിൽക്കും. നമ്മൾ ഒരു ബിസിനസ് ഒരു സാഹചര്യത്തിൽ എന്തൊക്കെ സ്ട്രാറ്റജീസ് ഫോളോ ചെയ്യണം ഒന്ന രീതിയിൽ നമ്മൾ കാണാതെ ആയിരിക്കുക പഠിക്കുക അല്ല, നമുക്ക് ഇതിന്റെ കൺസെപ്റ്റ് ഒക്കെ ഉണ്ടാവും. ശരണ്യ, ഹലോ. ഹലോ. ഒരു കമ്പനി ലോസിൽ നിൽക്കുകയാണ്, ലോസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ബിസിനസ്, ഒരു കമ്പനിയുടെ ബിസിനസ് ലോസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വാട്ട് യു ഡു? അത് ആ ബിസിനസ് എടുത്ത സ്ട്രാറ്റജിയിൽ എന്തെങ്കിലും പ്രശ്നം കാണും. ഓക്കെ, അല്ല നമുക്ക് ഇപ്പം ശരണ്യനെ ഒരു സിഇഒ ആയിട്ട് അപ്പോയിന്റ് ചെയ്ത് വിചാരിച്ചു. ഒരു കമ്പനിയുടെ സിഇഒ ആണ് ശരണ്യ. കമ്പനിയുടെ ഒരു ബിസിനസ് നഷ്ടത്തിൽ പോവുകയാണ്. ശരണ്യ എന്ത് ചെയ്യും?
തുടർന്നുകൊണ്ടിരുന്ന സ്ട്രാറ്റജി മാറ്റി അതിന് എന്ത് സംഭവിച്ചു എന്ന് നോക്കും, എന്നിട്ട് അതിന്റെ റീസൺ ആയിട്ട് അടുത്ത പുതിയ സ്ട്രാറ്റജി പ്ലാൻ നോക്കും. അതെങ്ങനെ തിരിച്ചു കൊണ്ടുവരും അതാണ് എനിക്ക് വേണ്ടത്. ഈ പറഞ്ഞ ഒരു കാര്യം നമ്മൾ പറയുന്ന കാര്യമാണ് അതിന് പറയുന്ന ടേൺ അറൗണ്ട് സ്ട്രാറ്റജി. എന്താ പറയാ? ടേൺ അറൗണ്ട് എന്ന് വെച്ചാൽ ലോസിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ്സിന് തിരിച്ചെന്ത് ചെയ്യും? പ്രോഫിറ്റിലേക്ക് കൊണ്ടുവരുന്നതിന് പറയുന്നതാണ് ടേൺ അറൗണ്ട്. ഓക്കെ, അതിങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക. ഒരു ബിസിനസ് എന്ത് ചെയ്യാൻ നഷ്ടത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യും എന്നാണ് നിങ്ങളോട് ചോദിക്കുന്നത്. അത് നമ്മൾ പറയും, നമുക്ക് ഈ പേര് ശരണിക്ക് കേട്ടിട്ടുണ്ടാവില്ല, പക്ഷെ യു നോ ദിസ് എന്താണ് ഇവിടെ സംതിങ് ഹാസ് ടു ബി ഡൺ അല്ലെ? ഇവിടെ സ്ട്രാറ്റജി മാറ്റണം, മേ ബി ടോപ്പ് മാനേജ്മെന്റ് ചേഞ്ചസ് വരുത്തണം, ക്രെഡിബിലിറ്റി ബിൽഡിംഗ് ആക്ഷൻസ് കൊണ്ടുവരണം, അസറ്റ് ഒക്കെ വിൽക്കണം അല്ലെ, ക്യാഷ് ജനറേറ്റ് ചെയ്യണ്ടേ? പറഞ്ഞോ. എന്നിട്ട് നമ്മുടെ ബ്രാൻഡ് നെയിമിനെ അഫക്ട് ചെയ്യുന്ന പ്രൊഡക്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അത് മാർക്കറ്റിൽ നിന്ന് വിഡ്രോ ചെയ്തിട്ട് വളരെ കോമ്പറ്റേറ്റീവ് ആയുള്ള പ്രൊഡക്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? മാർക്കറ്റിലേക്ക് ലോഞ്ച് ചെയ്യണം, റൈറ്റ്? ഓക്കെ, ഇതിന് പറയുന്നതാണ് ടേൺ അറൗണ്ട് സ്ട്രാറ്റജി. ഓക്കെ, ഇനി ശരണ ആലോചിച്ചു, നമ്മൾ ടേൺ അറൗണ്ട് നോക്കി, നമ്മൾ ലോസിലേക്ക് പോകുന്ന ഒരു സംഭവത്തെ തിരിച്ച് പ്രോഫിറ്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി എന്ത് ചെയ്തു? നോക്കി, നടന്നില്ല. വാട്ട് വിൽ യു ഡു? നമ്മൾ ടേൺ അറൗണ്ട് നടക്കുന്നില്ല. നമുക്കിപ്പോ ചില ബിസിനസ് ഒക്കെ എന്താണ് സൺസെറ്റ് ഇൻഡസ്ട്രീസിൽ വർക്ക് ചെയ്യുന്നത്. ഈ സൺസെറ്റ് ഇൻഡസ്ട്രീസ് എന്ന് വെച്ചാൽ അത് തീർന്നു പോകാറ ഇൻഡസ്ട്രിയാണ്, മനസ്സിലായോ? ഇപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വി നമുക്ക് വിൽക്കാൻ പറ്റും? ഇല്ലല്ലോ, കാരണം കളർ ടെലിവിഷൻ വന്നു, LED വന്നു, OLED വന്നു, ആ ഒരു കാര്യങ്ങളിലേക്കല്ലേ പോകുന്നു. കാരണം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വി കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? മാർക്കറ്റിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളൊരു കാര്യം ചെയ്യാം, എന്താ ചെയ്യുക? അതായത് ചിലപ്പോഴൊക്കെ നമ്മൾ എത്രയൊക്കെ ശ്രമിച്ചാലും നമ്മുടെ ചില പ്രൊഡക്റ്റുകളൊന്നും മാർക്കറ്റിൽ എന്താവില്ല, സെയിലായി പോവില്ല. അത് നമ്മൾ എന്ത് ചെയ്യും? അങ്ങനത്തെ ഒരു ബിസിനസ് ആണ് എന്ത് ചെയ്യും? പുതിയ ഇന്നോവേഷൻസ് ആയിട്ട് പുതിയ ഇന്നോവേഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ബേസിക്കലി ആ ബിസിനസ് വിറ്റ് കളയാം. നമുക്ക് എന്തിനാണ്? നമ്മൾ ടേൺ അറൗണ്ട് അഡോപ്റ്റ് ചെയ്തു, എന്നിട്ട് നമുക്ക് ഇതിനെ നേരെയാക്കാൻ പറ്റിയില്ലെങ്കിൽ വൈ വി കീപ് ദിസ്? വി ക്യാൻ സെൽ ഇറ്റ് ഔട്ട്, റൈറ്റ്? അത് ഒഴിവാക്കാം അല്ലേ? അതിന് പറയുന്നതാണ് ഡൈവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജി. എന്താ പറയാ? കേൾക്കുന്നുണ്ടോ? പോയോ? ദാറ്റ്സ് കോൾഡ് ഡൈവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജി. ഇങ്ങനെ ഓരോ സിറ്റുവേഷൻസിലും കമ്പനീസ് എന്തൊക്കെ സ്ട്രാറ്റജീസ് ഫോളോ ചെയ്യണം, നമ്മൾ അതിനെക്കുറിച്ചൊക്കെയാണ് പഠിക്കുന്നത്. ബേസിക്കലി ഈ പറയുന്ന സ്ട്രാറ്റജിക് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ റിയൽ ലൈഫ് സിറ്റുവേഷൻസുമായിട്ട് അത്രത്തോളം അടുത്ത് നിൽക്കുന്ന ഈ പറയുന്ന കൺസെപ്റ്റ്സുകളെല്ലാം പഠിക്കുന്ന കാര്യങ്ങളാണ്, സ്ട്രാറ്റജീസ് ആണ്. ശരണ്യ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് സർ. ഓക്കെ, നമ്മുടെ ഇന്ത്യൻ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ഷെയർ ഉള്ള ഓട്ടോമൊബൈൽ പാസഞ്ചർ വെഹിക്കിൾസിനകത്ത് ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ഷെയർ ഉള്ള കമ്പനി ഏതാണെന്ന് അറിയാം? ഇല്ല. നേരത്തിലേക്ക് നോക്കി വന്നു, താൻ ഏറ്റവും കൂടുതൽ കാണുന്ന കാർ ഏതിന്റെയാണ്? ഹലോ, മാർക്കറ്റില് ജസ്റ്റ് ഇപ്പൊ നമ്മൾ റോഡിൽ കൂടെ ഒക്കെ പോയില്ലേ? ഓക്കെ, നമ്മൾ അവിടെ ഏറ്റവും കൂടുതൽ കാണുന്ന കാർ ഏത് കമ്പനിയുടെയാണ്? ഞാൻ കണ്ടിട്ടുള്ള ഓൾട്ടോ സ്വിഫ്റ്റ് ഒക്കെയാണ് അല്ല? ഇത് ഏത് കമ്പനിയാണ് ഓൾട്ടോ സ്വിഫ്റ്റ് ഒക്കെ? മാരുതി സുസുക്കി എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ്. മാരുതി സുസുക്കിക്കാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ഷെയർ ഉള്ളത്, റൈറ്റ്? ഓക്കെ, എന്തുകൊണ്ടാണ്? കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ടും. കൂടുതൽ ആൾക്കാർ എന്തുകൊണ്ട് ഉപയോഗിക്കുന്നു? അതിന്റെ കോസ്റ്റ് കുറവാണ് അല്ലേ? മാരുതി ഓൾട്ടോ ആയാലും സ്വിഫ്റ്റ് ആണെങ്കിലും ഒരു ഇന്ത്യയിൽ കാർ മേടിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ അത് ഓഫർ ചെയ്യുന്നോണ്ടല്ലേ അല്ലേ? അതിന്റെ കോസ്റ്റ് കുറവല്ലേ, അതിന്റെ പ്രൈസ് കുറവല്ലേ മാരുതിക്ക്? ഉറപ്പായിട്ടും നമ്മൾ അങ്ങനെ ഒരു മാർക്കറ്റില് പ്രൈസ് വളരെ കുറച്ച് പ്രൊഡക്റ്റുകളൊക്കെ വിൽക്കുകയാണെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന സ്ട്രാറ്റജിയാണ് കോസ്റ്റ് ലീഡർഷിപ്പ് സ്ട്രാറ്റജി. എന്താ പറയാ? കോസ്റ്റ് ലീഡർഷിപ്പ് സ്ട്രാറ്റജി. ആ സമയം ബെൻസ്, ഓഡി, BMW ഒക്കെ ഇവരെന്താ ചെയ്യുന്നത്? ലക്ഷറിയാണ് അല്ലെ? അവർ എന്ത് ചെയ്യുന്നു? കുറേയേറെ ഫീച്ചേഴ്സ് കൊടുക്കുന്നുണ്ട് വണ്ടിക്ക് അല്ലെ? അങ്ങനെ ഇത്രത്തോളം യുണീക്ക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഒക്കെ കൊടുത്ത് നല്ല പ്രീമിയം പ്രൈസ് അല്ലേ? മാർജിനെ പോലെയാണ് അവർ പ്രൈസ് ചാർജ് ചെയ്യുന്നത്. നല്ലല്ലോ, നല്ല എമൗണ്ട് അല്ലേ അവർ ചാർജ് ചെയ്യുന്ന പ്രൈസ് ആയിട്ട്? അതെ. യെസ്, അങ്ങനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? വില കൂട്ടി നല്ല ഫീച്ചേഴ്സ് ഒക്കെ കൊടുത്ത് നമ്മൾ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുവാണെങ്കിൽ ദാറ്റ് ഇസ് കോൾഡ് ഡിഫറൻസിയേഷൻ സ്ട്രാറ്റജി. ഡിഫറൻസിയേഷൻ, നമ്മൾ എന്തെങ്കിലും ഡിഫറൻസിയേഷൻ ഓഫർ ചെയ്യണം. വി ആർ ഓഫറിംഗ് യുണീക്ക് ഫീച്ചേഴ്സ്. ഓക്കെ, ആ യുണീക്ക് ഫീച്ചേഴ്സ് ഓഫർ ചെയ്യുന്ന കാരണം നമ്മൾ കസ്റ്റമേഴ്സിന്റെ അധികം പൈസ എന്ത് ചെയ്യുന്നു? വാങ്ങുന്നു, പ്രീമിയം എമൗണ്ട് വാങ്ങുന്നു. ഈ സ്ട്രാറ്റജിക്ക് പറയുന്നതാണ് ഡിഫറൻസിയേഷൻ സ്ട്രാറ്റജി.
അങ്ങനെ നമ്മൾ പഠിക്കുന്നത് എന്താണ്? ഇത്തരത്തിലുള്ള സ്ട്രാറ്റജീസിനെ പറ്റിയാണ്. ഓക്കെ, ഇത് നിങ്ങളോട് ചോദിക്കുന്നതും ഒരു ക്വസ്റ്റ്യൻ എടുത്ത് നിങ്ങളോട് ചോദിക്കുന്നത് ഈ ഒരു സ്ട്രാറ്റജിയാണ് ഈ കമ്പനി ഫോളോ ചെയ്യുന്നതെങ്കിൽ ആ കമ്പനിക്ക് അത് എങ്ങനെ നടപ്പിലാക്കാൻ പറ്റും? ഓക്കെ, ഈ സ്ട്രാറ്റജി എടുക്കുന്നതുകൊണ്ട് കമ്പനിക്ക് ഉണ്ടാകുന്ന ഉപകാരങ്ങൾ എന്തൊക്കെയാണ്, ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, ഇനി ഈ സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്യുന്നതുകൊണ്ട് കമ്പനിക്ക് ഉണ്ടാകുന്ന ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഓക്കെ, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ അവിടെ പഠിക്കുന്നത്, സ്ട്രാറ്റജിക് മാനേജ്മെന്റ് പഠിക്കുന്നത്. അന്നേരം നിങ്ങൾക്ക് സബ്ജക്റ്റിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിയല്ലോ, എന്താണ് ഈ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് പഠിക്കുന്നത്. നമ്മൾ ബേസിക്കലി വെൻ ഐ എം സ്റ്റാർട്ടിംഗ് ദ ക്ലാസ്സസ്, ഞാൻ ഈ പറഞ്ഞ പോലെ കേസ് സ്റ്റഡീസ് ആണ്. ഇപ്പൊ ഇതിന്റെ പവർ പോയിന്റ് പ്രസന്റേഷൻ ആണ്, ഐ വിൽ ഷോ യു. ഓരോ കേസ് സ്റ്റഡീസ് ആയിട്ടാണ് ഐ വിൽ ബി പ്രസന്റിങ്. ഓക്കെ, കാരണം ഒരു കമ്പനിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആ കമ്പനി എന്തുകൊണ്ട് എങ്ങനെയൊക്കെ ആയി എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം? ഓക്കെ, എന്തുകൊണ്ട് ഒരു കമ്പനി ഫെയിലിയർ ആയി ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ്. ക്ലിയർ? നമ്മൾ ഇത് വളരെ ഇന്ററാക്റ്റീവ് ആയിട്ട് പോകുന്ന ക്ലാസ് ആണ്. ബിസിനസിനെ കുറിച്ച് അത്യാവശ്യം നോളജ് ഉള്ള ആൾക്കാർക്ക് വളരെ എൻജോയബിൾ ആയിട്ടുള്ള ക്ലാസ്സസ് ആണ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ്. ഇവൻ ദോ ബിസിനസിനെ കുറിച്ച് ഇൻവോൾവ് ആയിട്ടില്ലെങ്കിൽ പോലും. ഓക്കെ, വാട്ട് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഡു ഹിയർ? ചാർട്ടേഡ് അക്കൗണ്ട്സിന്റെ ജോബ് എന്താ ആക്ച്വലി? ഓഡിറ്റ് ചെയ്യുക, ഒരു കമ്പനി എങ്ങനെ എന്താണ് കമ്പനിയിൽ എന്തൊക്കെ ബിസിനസിനെ സപ്പോർട്ട് ചെയ്യുന്ന സർവീസ് അല്ലേ? വി ആർ നോട്ട് ഇൻവെന്റിംഗ് എനിത്തിങ്, വി ആർ സപ്പോർട്ടിംഗ് ദ ബിസിനസ്, റൈറ്റ്? ഓക്കെ, ആ ബിസിനസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സർവീസ് ആണ് നമ്മളെ. ഇപ്പൊ ബിസിനസ്സുകൾ ഉണ്ടെങ്കിലേ ആക്ച്വലി എന്തുള്ളൂ, നമുക്കും ജോബ് ഉള്ളൂ, അല്ലെ? ബിസിനസ്സുകളും കമ്പനികളും പാർട്ട്ണർഷിപ്പുകളും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ചാർട്ടേഡ് അക്കൗണ്ടന്റിന് ആയിട്ട് നമുക്കും എന്ത് ചെയ്യാവുള്ളൂ, ജോബ് സെക്യൂരിറ്റി ഉണ്ടാവുള്ളൂ, റൈറ്റ്? ഒരു ബിസിനസ്സിനെ എങ്ങനെ സപ്പോർട്ട് ചെയ്യാം, ഒരു ബിസിനസ്സിനെ എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാം എന്ന രീതിയിൽ ഓക്കെ നമുക്ക് വലിയൊരു പാർട്ടുണ്ട് ആസ് എ ചാർട്ടേഡ് അക്കൗണ്ടന്റ്. അത് ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് പറയുന്നത് എന്താണ്? പറയൂ, നമ്മൾ ഓഡിറ്റ് മാത്രം ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. ഓക്കെ, ഓഡിറ്റിംഗ് ഈസ് അവർ ബിസിനസ്, ബട്ട് നമ്മൾ മനസ്സിലാക്കുക ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഈസ് നോട്ട് ജസ്റ്റ് ആൻ അക്കൗണ്ടന്റ്. ഓക്കെ, ആൾക്ക് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നിങ്ങൾ എന്തൊക്കെ പഠിക്കേണ്ടി വരും? നിങ്ങൾ ഇതുവരെ ഡിസ്കസ് ഒക്കെ ചെയ്തിട്ടുണ്ടാവും. ലോ പഠിക്കുന്നുണ്ട്, റൈറ്റ്? ടാക്സ് പഠിക്കുന്നുണ്ട്, ഇൻകം ടാക്സ് പഠിക്കുന്നുണ്ട്, ലോ പഠിക്കുന്നുണ്ട്, ഇൻകം ടാക്സ് പഠിക്കുന്നുണ്ട്, അക്കൗണ്ടൻസി പഠിക്കുന്നുണ്ട്, ഓഡിറ്റിംഗ് പഠിക്കുന്നുണ്ട്, സ്ട്രാറ്റജിക് മാനേജ്മെന്റ് എന്ത് ചെയ്യുന്നുണ്ട്? പഠിക്കുന്നുണ്ട്. ഓക്കെ, ഇത്രത്തോളം ഫീൽഡിൽ നിങ്ങൾക്ക് നോളജ് ഉണ്ടെങ്കിൽ ആ നോളജിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു കമ്പനീനെ മുന്നിൽ നിന്ന് നയിക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ കമ്പനിയെ മുന്നിൽ നിന്ന് നയിക്കാൻ നമുക്കൊരു ആറ്റിറ്റ്യൂഡും നോളജും ഉണ്ടാകണമെങ്കിൽ നമ്മൾ അതിനകത്ത് കുറച്ച് സബ്ജക്ട്സിനകത്ത് എക്സ്പേർട്ട് ആവണ്ടേ? അതിനുവേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു സബ്ജക്റ്റ് ആണെന്ത്? സ്ട്രാറ്റജിക് മാനേജ്മെന്റ്. ഓക്കെ, ഞാനൊരു എക്സാമ്പിൾ പറയാം. ബൈബാക്ക് എന്ന് കേട്ടോ. ബൈബാക്ക് ഓഫ് ഷെയർസ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനി അതിന്റെ സ്വന്തം ഷെയർസ് തിരിച്ചു വാങ്ങുന്നു. ഓക്കെ, ഒരു കമ്പനി അതിന്റെ സ്വന്തം ഷെയർസ് എന്താണ് തിരിച്ചു വാങ്ങുക. അതായത് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം? ലോ നോക്കണം. ഒരു കമ്പനിക്ക് സ്വന്തം ഷെയർസ് തിരിച്ചു വാങ്ങാൻ പറ്റുമോ? തിരിച്ചു വാങ്ങിയ കമ്പനി എന്ത് ചെയ്യണം? അതിന് എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ആണ് ഫോളോ ചെയ്യേണ്ടത്? വി ഹാവ് ടു നോ ദാറ്റ്, റൈറ്റ്? ഇനി അതിന്റെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആസ്പെക്ട് നോക്കണം. ഒരു കമ്പനി സ്വന്തം ഷെയർസ് തിരിച്ചു വാങ്ങുമ്പോൾ അതിനകത്ത് എത്ര ക്യാഷ് ഫ്ലോസ് ഉണ്ടാവും? നമ്മളിങ്ങനെ കമ്പനി തിരിച്ചു വാങ്ങുന്നതുകൊണ്ട് മാർക്കറ്റിൽ ഷെയറിന്റെ ഇഫക്റ്റ്, ഷെയർ പ്രൈസിന് എന്ത് ഇഫക്റ്റ് ഉണ്ടാവും? അതിന്റെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഇഫക്റ്റ് നോക്കണം, റൈറ്റ്? അല്ലേ? മാത്രമല്ല ഇത് എങ്ങനെ അക്കൗണ്ട് ചെയ്യണം, നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനകത്ത് ഇത് എങ്ങനെ അക്കൗണ്ട് ചെയ്യണം, ഈ കാര്യങ്ങൾ നമ്മൾ നോക്കണം. ഇതൊക്കെ നമ്മൾ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്ത് ബെനിഫിറ്റ് ആണ് കിട്ടുന്നത് എന്ന് നമ്മൾ എന്ത് ചെയ്യണം? നോക്കണം. ഇതെല്ലാം അറിയാവുന്ന ഒരാളാണ് ആസ് എ ചാർട്ടേഡ് അക്കൗണ്ടന്റ്. ഈ പറയുന്ന എല്ലാ ഫീൽഡും നമുക്കറിയാം. നമ്മൾ ജസ്റ്റ് ബിസിനസ് ആസ്പെക്ട് മാത്രമല്ല, വി നോ ദ അക്കൗണ്ടിങ് ആസ്പെക്ട്, വി നോ ദ ലീഗൽ ആസ്പെക്ട്, വി നോ ദ ബിസിനസ് ഇമ്പാക്ട്. ഓക്കെ, ഇതെല്ലാം ബേസ് ചെയ്തിട്ട് ഹൗ ക്യാൻ വി മേക്ക് എ ഡിസിഷൻ? ഓക്കെ, നമുക്കിതെല്ലാം അറിയാം, പക്ഷെ നമുക്കിതെല്ലാം വെച്ചുകൊണ്ട് എന്ത് എടുക്കണം? ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ ഡിസിഷൻസ് ഒക്കെ എടുക്കാൻ പ്രാപ്തരാക്കുന്ന ഒരു സബ്ജക്റ്റ് ആണ് ഇത് സ്ട്രാറ്റജിക് മാനേജ്മെന്റ്. ക്ലിയർ? നമ്മുടെ സ്ട്രാറ്റജിക് മാനേജ്മെന്റിന്റെ ചാപ്റ്റർ ബിഗിൻ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിന്റെ ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ഇറ്റ്സ് വെരി റെലവെന്റ്. ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി. ഇത് ഞാൻ എഴുതിയതല്ല, നമ്മുടെ SMന്റെ ടെക്സ്റ്റ് ബുക്കിന്റെ ഫ്രണ്ട് പേജിൽ തന്നെയുള്ള കാര്യമാണ്. നമുക്കൊന്ന് ഒരുമിച്ച് വായിക്കാം, റൈറ്റ്? The chartered accountants with their education and skills have strong expertise in the area of accounting,
ഓഡിറ്റിംഗ്, ടാക്സേഷൻ, ബിസിനസ് ലോസ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അക്കൗണ്ടിങ്ങിലും ഓഡിറ്റിങ്ങിലും ടാക്സേഷനിലും ബിസിനസ് ലോസിലെല്ലാം നല്ല നോളജും എക്സ്പെർട്ടൈസും ഉള്ള ആൾക്കാരാണ് ചാർട്ടേഡ് അക്കൗണ്ടൻസ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇന്ത്യയിലും അക്രോസ് ഗ്ലോബിലും സെർവ് ചെയ്യാൻ പറ്റും ക്ലയൻസിന്. Today, the situation has evolved as they are increasingly occupying key strategic roles in organizations and have reached boardrooms. ഓക്കെ, മാത്രമല്ല ഇത്രയും നോളജ് ഉള്ള ഒരാളെ നമ്മൾ വെറുതെ ഇരുത്തൂ ഇല്ല. അവരുടെ ഡിസിഷൻസ്, അവരുടെ ഒപ്പീനിയൻ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിട്ടുള്ള നമുക്ക് വേണമെങ്കിൽ ഒരു കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലും സീറ്റ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? വൈകും ഇവിടെ എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? നോളജ് അക്യൂറസി, ഈ ലെവലിലെ നോളജ് എല്ലാം വെച്ചുകൊണ്ട് നമുക്കൊരു ഡിസിഷൻ മേക്കിംഗ് പോസിബിൾ ആവാം. അങ്ങനെ നമ്മുടെ ഡിസിഷൻ മേക്കിംഗിൽ പോസിബിൾ ആക്കാൻ വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്ത സബ്ജക്റ്റ് ആണ് എന്ത്? സ്ട്രാറ്റജിക് മാനേജ്മെന്റ്. വായിച്ചു നോക്കിയേ. സ്റ്റുഡൻസ് നീഡ് ടു ലേൺ ന്യൂവർ ആൻഡ് ഡിഫറെന്റ് concepts and acquire multidimensional skills. With this focus, the subject of strategic management has been included in the education and training of chartered accountants. Chartered accountants, in order to reach high in the corporate ladder, need to be sound in the concepts and principles of strategic management. Okay, the coverage and treatment of the subject in the study material is just a fraction of the available body of knowledge. The study material is meant to be a small window to watch and enjoy the world of business organization. You are advised to take a keen interest in the subject, not merely for passing the examination, but for making your own professional career path more manageable and meaningful. ഇതാണ് ICA നമുക്ക് തന്നിരിക്കുന്ന അഡ്വൈസ്. ഓക്കെ, ഈ പറയുന്ന സബ്ജക്റ്റ് നമ്മൾ നോക്കുവാണെങ്കിൽ ചെറിയൊരു ബുക്കാണ്, നമുക്ക് 5 ചാപ്റ്റേഴ്സേ പഠിക്കാനുള്ളൂ. ബട്ട് ഈ ഒരു സബ്ജക്റ്റ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ബിസിനസ് വേൾഡിലേക്ക് ഒരു വിൻഡോ ഓപ്പൺ ചെയ്യുന്നു. ബിസിനസ് വേൾഡിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, ഏതൊക്കെയാണ് കമ്പനീസ് എങ്ങനത്തെ സ്ട്രാറ്റജീസ് ആണ് ഫോർമുലേറ്റ് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള ഒരു ഇൻട്രസ്റ്റ് ഡെവലപ്പ് ചെയ്യാൻ നമ്മൾ ഈ സബ്ജക്ട് എന്ത് ചെയ്യും? ഹെൽപ്പ് ചെയ്യും. ഗോട്ട് ഇറ്റ്? Therefore, സ്ട്രാറ്റജിക് മാനേജ്മെന്റ് നമ്മൾ ആക്ച്വലി പഠിക്കുന്നത് നമുക്ക് ഒരു പുതിയൊരു സ്കില്ലും കൂടി കിട്ടാൻ വേണ്ടിയാണ്. എന്ത് സ്കില്ല്? ബിസിനസിനെ പറ്റി അറിയാനും ബിസിനസിനെ പറ്റിയുള്ള ബിസിനസ് നമുക്ക് മാനേജ് ചെയ്യാൻ ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുവാണെങ്കിൽ ആ ബിസിനസ് മാനേജ് ചെയ്യാനുള്ള സ്കിൽസും അവിടെ എടുക്കേണ്ട ഡിസിഷൻസിനെ നമ്മളെ ഹെൽപ്ഫുൾ ആക്കാൻ വേണ്ടി ആണ് ഈ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് എന്ന് പറയുന്ന സബ്ജക്ട് ICA ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. Got it? Therefore, it's not just a theory topic you have to mug up and learn, but it's a topic that you have to take into your heart and അതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ കരിയറിൽ ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റും. Got it? ഓക്കെ, ഇതൊക്കെ നമ്മൾ SM കുറിച്ചാണ് പറഞ്ഞത് അല്ലെ. ഇനി എക്സാം പോയിന്റ് ഓഫ് വ്യൂ വരുവാണെങ്കിൽ 50 മാർക്കാണ് SM. അത് 35 മാർക്ക് ഡിസ്ക്രിപ്റ്റീവും പറയും, 15 മാർക്ക് MCQ ആണ്. ഈ MCQ ക്വസ്റ്റ്യൻസ് ഒരു കേസ് സ്റ്റഡി പോലെ തന്നിട്ട് അതിനകത്ത് നിന്ന് MCQ ചോദിക്കുവാണ്. നമുക്ക് കേസ് സ്റ്റഡി വായിച്ച് നോക്കി അതിനകത്ത് ഏത് കൺസെപ്റ്റ് ആണ് റെലവെന്റ് എന്ന് നോക്കി അതിനെ ബേസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം? MCQ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റണം. ഓക്കെ, നമ്മൾ ക്ലാസ് 8 days കൊണ്ട് നമ്മൾ ഈ ടോപ്പിക് ഒക്കെ കവർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ പറഞ്ഞ കൺസെപ്റ്റ്സ് എല്ലാം വളരെ തറവാവും. അത് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന MCQ ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി റിഗാർഡിംഗ് ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ്, ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസിന് സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾ ഉറപ്പായിട്ടും വായിക്കണം. അത് കൂടാതെ എൻ്റെ തന്നെ ഞാൻ നോട്ട്സ് ഞാൻ തരുന്നുണ്ട്. ഓക്കെ, ഒരു ബുക്കായിട്ട് തരുന്നുണ്ട്. അതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ട്. ആ ക്വസ്റ്റ്യൻ ബാങ്കിലെ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, ക്ലാസ് അറ്റൻഡ് ചെയ്യുക, ആ സ്റ്റഡി ഞാൻ തരുന്ന മെറ്റീരിയൽ പഠിക്കുക. നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം? എക്സാം ക്ലിയർ ചെയ്യാം. ഓക്കെ, ഓക്കെ. ശരണ്യയുടെ കൺസേൺ എന്താണ്? SM എന്ന് പറഞ്ഞാൽ കേൾക്കുമ്പോൾ വാട്ട് യു തിങ്ക്? അല്ലെങ്കിൽ തനിക്ക് ഉണ്ടാവുന്ന ഒരു കൺസേൺ എന്ന് പറയാം. സാർ ഇത് പഠിക്കാൻ പോകണോ? ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ക്യൂരിയോസിറ്റി തോന്നുന്നുണ്ട്, പഠിക്കാൻ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണെന്ന് തോന്നുന്നു. ഓക്കെ, ഉറപ്പായിട്ടും ക്യൂരിയോസിറ്റി തോന്നുന്ന സബ്ജക്ട്. ഇപ്പൊ ഞാനിപ്പോ എടുക്കുന്ന ഒരു ചാപ്റ്റർ ആൻഡ് ഇൻട്രഡക്ഷൻ കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കുന്നത് ഒരു ബിസിനസിനെ കുറിച്ചും കാര്യങ്ങളെ കുറിച്ച് സ്ട്രാറ്റജി. ഓക്കെ, നമ്മൾ ബേസിക്കലി പറയുന്ന പോലെ ആമസോൺ, റിലയൻസിന്റെ ഒക്കെ സ്ട്രാറ്റജീസ്, അങ്ങനെ നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് തന്നെ റിയൽ ലൈഫിൽ എന്താണ് നടക്കുന്ന ആ പറയുന്ന സ്ട്രാറ്റജീസിനൊക്കെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ക്ലാസ് കണ്ടിന്യൂ ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് ഒരിക്കലും ഒരു ബോർഡം ഫീൽ ചെയ്യില്ല. ഓക്കെ, ആക്ച്വലി നിങ്ങൾ ഇതിനകത്ത് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് കൂട്ടാൻ, ക്യൂരിയോസിറ്റി ഒക്കെ കൂട്ടാൻ പറ്റുന്ന രീതിയിലുള്ള കുറേയേറെ കേസ് സ്റ്റഡീസ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? വളരെ നല്ല രീതിയിൽ പോകാൻ പറ്റുന്ന ഒരു പേപ്പറാണ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ്. ഓക്കെ, ഇനി എക്സാം പോയിന്റ് ഓഫ് വ്യൂ നോക്കുവാണെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കൺസെപ്റ്റ്സിൽ നിന്ന് ക്വസ്റ്റ്യൻ വരികയുള്ളൂ.
ഞാൻ തരുന്ന മെറ്റീരിയലിനെ ക്വസ്റ്റ്യൻസ് വരികയുള്ളൂ. ഓക്കെ, നിങ്ങൾ ആ ക്വസ്റ്റ്യൻ ബാങ്ക്സ് ഒക്കെ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് കൺസെപ്റ്റ്സ് ഒക്കെ അറിഞ്ഞു പോയി ഈസി ആയിട്ട് ഒരു 35+. ഓക്കെ, നല്ല രീതിയിൽ പഠിക്കുകയാണെങ്കിൽ ഒരു 40-45+ ഔട്ട് ഓഫ് 50 നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അത്രത്തോളം എളുപ്പമാണ്. ക്ലിയർ ആണോ? ഓക്കെ സർ, ക്ലിയർ ആണ്. ഓക്കെ, നമുക്ക് ഇതിനൊക്കെ ഈ പറഞ്ഞ പോലെ നമുക്ക് 5 ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞു. ഓരോ ചാപ്റ്റേഴ്സിനും ഐ ഹാവ് പ്രിപ്പയർഡ് ദ പ്രസന്റേഷൻസ് ഫോർ യു. ഓക്കെ, ചാപ്റ്റർ 1, ചാപ്റ്റർ 2, ചാപ്റ്റർ 3, 4, 5 പ്രസന്റേഷൻസ് ഒക്കെ ഉണ്ട്. മാത്രമല്ല എൻ്റെ തന്നെ നോട്ട്സ് ഉണ്ട്. ഓക്കെ, ഈ നോട്ട്സ് കഴിഞ്ഞതിന് ശേഷം എല്ലാ എക്സാം ക്വസ്റ്റ്യൻസും പ്രീവിയസ് എക്സാമിൽ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ച ആ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് നമ്മൾ ഓരോ കമ്പനിയുടെ ഒക്കെ സ്ട്രാറ്റജീസ് ഒക്കെ നമ്മൾ നോക്കുന്നതാണ്. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, മാത്രമല്ല ഇതിനകത്ത് ബേസ് ചെയ്തിട്ടുള്ള എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ പവർ പോയിന്റ് പ്രസന്റേഷൻസ് ആയിട്ടായിരിക്കും ക്ലാസ്സസ് മുമ്പോട്ട് പോവുക. നിങ്ങളുടെ ഉറപ്പായിട്ട് ഈ മെറ്റീരിയൽ ഞാൻ പ്രിന്റ് ഔട്ട് എടുത്ത് തരുന്നുണ്ട്. അപ്പോൾ പ്രിന്റ് ഔട്ടിൽ നോക്കിയ കൺസെപ്റ്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഒന്ന് റെലവെന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോട്ട് ഡൗൺ ചെയ്യാം. ഇതിനകത്ത് തന്നെ ക്വസ്റ്റ്യൻസും ഉണ്ട്. ഓക്കെ, എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസും അത് എത്ര മാർക്കിനാണ് ചോദിച്ചത് അതിന്റെ ആൻസേഴ്സും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് നമുക്ക് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണോ? ക്ലിയർ ആണ് സർ. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സാം പാസ്സാവുക എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു 8 ദിവസം ക്ലാസ്സിൽ ഇരിക്കുക, ഒരു 5 ദിവസം ഇരുന്ന് പഠിക്കുക, 2 ദിവസം റിവൈസ് ചെയ്യാം. ഓക്കെ, പരിപാടി കഴിഞ്ഞു. അത്രേ ഉള്ളൂ. 8 ദിവസം ക്ലാസ് പ്രോപ്പറായിട്ട് അറ്റൻഡ് ചെയ്യുക, ഒരു 5 days ഇതിനകത്ത് ഇരുന്ന് പഠിക്കുക. പിന്നെ എക്സാമിന് ലീവ് കിട്ടുന്ന സമയത്ത് 2 days or 3 days വീണ്ടും അതെടുത്ത് റിവൈസ് ചെയ്യുക. എക്സാമിന്റെ തലേ ദിവസം നോട്ട്സ് ഒക്കെ ഒന്ന് നോക്കി പോവുക. ഓക്കെ, ആ കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ നോട്ട്സിന് ഫ്രണ്ടിൽ തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഞാൻ നിങ്ങൾക്ക് റിവിഷൻ ലെക്ചേഴ്സും പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, യൂട്യൂബിലോ മറ്റോ റിവിഷൻ ലെക്ചേഴ്സും പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, therefore you don't have to worry about strategic management. നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, എനിവേ തിയറി ടോപ്പിക് ആണെങ്കിലും വളരെ ഡ്രൈ ആയിട്ടുള്ള തിയറി ടോപ്പിക് അല്ല. ഇറ്റ്സ് ക്യൂരിയോസിറ്റി ഒക്കെ ഓർക്കുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് നമ്മളോട് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, what else your concern? പറയും. പിന്നെ ഫ്രം മൈസെൽഫ് ഞാൻ 10 years ആയിട്ട് 2014 തൊട്ട് ഞാൻ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ക്ലാസ് എടുക്കുന്ന ആളാണ്. ഓക്കെ, എനിക്ക് 10 years എക്സ്പീരിയൻസ് ഉണ്ട്. ഐ ഹാവ് മെറ്റ് മോർ ദാൻ 3,000 ഓഫ് സ്റ്റുഡൻസ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഐ തിങ്ക് ഐ ഹാവ് സം എക്സ്പീരിയൻസ് ഇൻ ദിസ് ഫീൽഡ്. ഐ ക്യാൻ സേ ദാറ്റ് എന്താണ് നിങ്ങൾ എന്തൊക്കെ പഠിക്കണം, എന്തൊക്കെ നിങ്ങൾക്ക് വേണ്ടി വരും, എന്തൊക്കെയാണ് ഏകദേശം എക്സാമിന് ചോദിക്കുക, ഇതിനെക്കുറിച്ചെല്ലാം എനിക്കൊരു ക്ലിയർ ഐഡിയ ഉണ്ട്. ഓക്കെ, ഐ ക്യാൻ പ്രൊവൈഡ് ദാറ്റ് യു. ഓക്കെ, നമ്മളിപ്പം 3 സിലബസ് ചേഞ്ച് ഞാൻ കണ്ടു. ഓക്കെ, ഇനിഷ്യലി ഞാൻ പഠിച്ച സമയത്ത് ഒരു സിലബസ് ഉണ്ടായിരുന്നു, അതിന് ശേഷം വന്ന സിലബസ്, അതിന് ശേഷം വന്ന സിലബസ് എല്ലാം നമ്മൾ കണ്ടാണ്. ദർഫോർ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഓറിയന്റേഷനും ഇൻസ്റ്റിറ്റ്യൂട്ട് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതെന്നും ഒക്കെ നമുക്കൊരു ക്ലിയർ കട്ട് ആയിട്ട് ഐഡിയ ഉണ്ട്. വെൻ യു അറ്റൻഡ് ദ ക്ലാസ്സസ് ഐ വിൽ എക്സ്പ്ലെയിൻ മോർ അബൌട്ട് ദാറ്റ്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, പിന്നെ പറട്ടെ, ക്വസ്റ്റ്യൻസ് പറട്ടെ. സാർ എത്ര ദിവസം ക്ലാസ് എടുക്കും? ഐ തിങ്ക് ഞാൻ പറഞ്ഞല്ലോ ഒരു 8 days എടുത്താണ് ക്ലാസ്സസ് വരിക. ഓക്കെ, 8 days കൊണ്ട് തീർക്കാനുള്ള ടോപ്പിക്. സാർ എത്ര ചാപ്റ്റേഴ്സ് ആണ്? 5 chapters ഉള്ളൂ. സാറിനകത്ത് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? പ്രോബ്ലം ഒന്നുമില്ല, തിയറി ആയിരിക്കും. സാർ ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് ആണ്. ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് ആയിട്ടും വരാം, അതല്ലാതെ ഒരു കേസ് സ്റ്റഡി എന്നിട്ട് ആ കേസ് സ്റ്റഡിനെ ബേസ് ചെയ്തിട്ടും ക്വസ്റ്റ്യൻസ്. സാർ കേസ് സ്റ്റഡിനെ ബേസ് ചെയ്ത ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഒബ്വിയസ്ലി നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ നേരത്തെ ചോദിച്ച പോലെ തന്നെ ഒരു സിറ്റുവേഷൻ തന്നിട്ട് ഇവിടെ ഏത് സ്ട്രാറ്റജിയാണ് അവർ ഫോളോ ചെയ്യുന്നത് എന്നായിരിക്കും ചോദിക്കുക. നിങ്ങൾ ആ സ്ട്രാറ്റജിയൊക്കെ അറിയാമെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, സാർ എക്സാമിന് എഴുതുമ്പോൾ ഈ ടെക്സ്റ്റ് ബുക്കിൽ അതേ വേർഡ്സ് തന്നെ യൂസ് ചെയ്യണം, അതേ സെന്റൻസ് തന്നെ യൂസ് ചെയ്യണം. ആക്ച്വലി നിങ്ങൾ എക്സാം എഴുതുന്ന സമയത്ത് അതേ വേർഡ്സോ അല്ലെങ്കിൽ അതേ സെന്റൻസ് തന്നെ യൂസ് ചെയ്യുന്ന യാതൊരു നിർബന്ധമില്ല. ബട്ട് സ്ട്രാറ്റജിയുടെ പേര് നമുക്ക് മാറ്റി യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഓക്കെ, കാരണം ആ ഒരു കുറച്ച് ടെക്നിക്കൽ ആയിട്ടുള്ള വേർഡുകളുണ്ട്. ഓക്കെ, കുറച്ചായിട്ട് കീവേഡ്സ് ഉണ്ട്. ആ കീവേഡ്സ് നമ്മൾ യൂസ് ചെയ്യണം. ടെക്നിക്കൽ ആയിട്ടുള്ള കുറച്ച് വാക്കുകൾ നമ്മൾ എന്ത് ചെയ്യണം, യൂസ് ചെയ്യേണ്ടി തന്നെ വരും.
ഓക്കെ, എന്നിട്ട് നമ്മൾ ആ കൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ട് എഴുതിയാൽ മതി. ഓക്കെ സാർ, അതുപോലെ തന്നെ ഇതിന്റെ ഫീച്ചേഴ്സും അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് രീതിയിലൊക്കെ ചോദിക്കുമ്പോഴോ നമുക്ക് സ്വന്തമായിട്ട് എഴുതാവോ? ഇല്ല, നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന ഫീച്ചേഴ്സും ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് കാര്യങ്ങളൊക്കെ എഴുതിയാൽ നമുക്ക് മാർക്ക് കിട്ടുക. ഓക്കെ, അതായിരിക്കും ആൻസർ കീയിൽ ഉണ്ടാവുക. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? കുറച്ചൊക്കെ നമ്മൾ ഈ പറയുന്ന അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് ഫീച്ചേഴ്സ് പോയിന്റ്സ് ഒക്കെ എന്ത് ചെയ്യണം? പഠിക്കേണ്ടി വരും. ഈ പറയുന്ന അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് പോയിന്റ്സ് ഒന്നും കാണാതെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വെൻ ഐ എം ഡിസ്കസിങ് വൺ പർട്ടിക്കുലർ പോയിന്റ് നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു, മാരുതി സുസുക്കി ഏത് സ്ട്രാറ്റജിയെ ഫോളോ ചെയ്യുന്നു? കോസ്റ്റ് ലീഡർഷിപ്പ് സ്ട്രാറ്റജിയാണ് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, എന്ന് വെച്ചാൽ ലോവസ്റ്റ് പ്രൈസിൽ കൊടുക്കാൻ നോക്കും. ഈ ലോവസ്റ്റ് പ്രൈസിൽ കൊടുക്കാൻ നോക്കുമ്പോഴത്തേന് ഇവർക്കുണ്ടാകുന്ന ഒരു ഡിസഡ്വാൻറ്റേജ് എന്താ? Can you tell me something? മേ ബി ഇവർ ഈ ഫോളോ ചെയ്യുന്ന ഈ കോസ്റ്റ് റിഡക്ഷന് വേണ്ടി ഇവർ ഫോളോ ചെയ്യുന്ന ടെക്നിക്സ് കോമ്പറ്റേറ്റേഴ്സിന് ഈസി ആയിട്ട് എന്ത് ചെയ്യാം? ഇമിറ്റേറ്റ് ചെയ്യാം. ദാറ്റ്സ് എ ഡിസഡ്വാൻറ്റേജ്. പുതിയുള്ള കമ്പനീസിന് മാരുതി സുസുക്കി ചെയ്യുന്ന പോലെ തന്നെ ഏറ്റവും ലോവസ്റ്റ് പ്രൈസിൽ അവരെന്താണോ കൊടുക്കുന്നത് അത് തന്നെ അതേ ടെക്നിക്ക് വെച്ച് എന്ത് ചെയ്യാൻ പറ്റും? ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റും. മാത്രമല്ല, നമ്മൾ ലോവസ്റ്റ് കോസ്റ്റ് കൊടുക്കാൻ വേണ്ടി നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിൽ ഉണ്ടാകുന്ന സ്പെൻഡിങ് എന്ത് ചെയ്യും? കുറയ്ക്കും. അല്ലെങ്കിൽ നമ്മൾ മാർക്കറ്റിംഗ് ഒക്കെ എന്ത് ചെയ്യും? മാർക്കറ്റിംഗ് നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് എന്ത് ചെയ്യും? റെഡ്യൂസ് ചെയ്യും. അല്ല, മാർക്കറ്റിംഗ് നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് റെഡ്യൂസ് ചെയ്യുന്നു. റിസർച്ച് നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് റെഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ, അത് നമ്മുടെ കമ്പനിയുടെ ഗുഡ് വില്ലിനെ എന്ത് ചെയ്യും? ബാധിക്കും. മാത്രമല്ല, നമ്മളിപ്പോൾ കോസ്റ്റ് ലീഡർഷിപ്പ് സ്ട്രാറ്റജിയാണ് ഫോളോ ചെയ്യുന്നത്. പക്ഷെ പുതിയതായിട്ട് ഒരു ടെക്നോളജി വന്നു എന്ന് വിചാരിക്കും. നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്ന ഈ കോസ്റ്റ് ലീഡർഷിപ്പിന് വേണ്ടി കോസ്റ്റ് ഏറ്റവും കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ഫോളോ ചെയ്യുന്ന പല ടെക്നിക്സ് എന്തായിപ്പോൾ കാലഹരണപ്പെട്ടു, ഒബ്സലറ്റ് ആയി. ഇതൊക്കെയാണ് ഇതിന്റെ പ്രോബ്ലംസ്. അതായത് വൺസ് നമ്മൾ ഈ കൺസെപ്റ്റ്സ് ഒക്കെ പഠിച്ചു വെച്ചാൽ തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന പോയിന്റ്സ് ഒക്കെ ഈസി ആയിട്ട് ലേൺ ചെയ്യാൻ പറ്റും. ഓക്കെ, അത് ഇത് എന്തുകൊണ്ടാണ് എന്ന് വൈ എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ കൂടി ഓരോ പോയിന്റ്സിന്റെ ഒപ്പം തന്നെ നിങ്ങൾ ചേർത്ത് പഠിക്കുമ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉറപ്പായിട്ടും എന്ത് ചെയ്യും? ഓർത്തിരിക്കും. ഓക്കെ, വാട്ട് എൽസ് ഗൈസ്? ഉറപ്പായിട്ടും വേറൊരു കാര്യമാണ് ക്വാളിറ്റി കുറയും. കോസ്റ്റ് ലീഡർഷിപ്പിന്റെ വേറൊരു പ്രോബ്ലം ആണ് ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യേണ്ടതായിട്ട്. റൈറ്റ്, പിന്നെ പറയും. ദിസ് ഇസ് ഗൈസ്, അതാണ് വരുന്നത്. എവറിത്തിങ് ഐ ഹാവ് പ്രിപ്പയർഡ് ദിസ് ഫോർ യു. ഓക്കെ, ഇതാണ് 5 ചാപ്റ്റേഴ്സ്. ഇൻട്രൊഡക്ഷൻ ടു സ്ട്രാറ്റജിക് മാനേജ്മെന്റ്, സ്ട്രാറ്റജിക് അനാലിസിസ്, external environment, strategic analysis, internal environment, strategic choices, implementation and evaluation. എനിക്കൊന്ന് ഏകദേശം ഒരു 130 പേജസോളം നോട്ട് ആയിരിക്കും ഞാൻ നിങ്ങൾക്ക് തരിക. അത് നിങ്ങൾ പ്രോപ്പർ ആയിട്ട് പഠിക്കാം. ഓക്കെ, ഈ 130 പേജസ് എന്ന് പറയുമ്പോൾ ഡോണ്ട് ഗെറ്റ് കൺഫ്യൂസ്. ഈ 130 പേജസിനകത്ത് ക്വസ്റ്റ്യൻ ബാങ്ക് കൂടി ചേർത്തിട്ടാണ് 130 പേജസ് വരിക. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട. ഈ 130 പേജസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ക്വസ്റ്റ്യൻ ബാങ്ക് കൂടി ചേർന്നിട്ടാണ്. ക്വസ്റ്റ്യൻ ബാങ്ക് ഒക്കെ എടുത്ത് മാറ്റുകയാണെങ്കിൽ നിയർലി ഒരു 80 പേജസിന്റെ നോട്ട്സ് നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. ഓക്കെ, നിങ്ങൾ അതും പ്രോപ്പറായിട്ട് പഠിച്ചാൽ മാത്രം മതി. ടെക്സ്റ്റ് ബുക്ക് വളരെ ക്ലിയർ ആയിട്ടൊന്ന് വായിച്ചു പോയി ആ കൺസെപ്റ്റ്സ് ഒക്കെ മനസ്സിലാക്കിയാൽ മാത്രം മതി. ഓക്കെ, പിന്നെ ക്ലാസ് എടുക്കുമ്പോൾ ഐ വിൽ ബി യൂസിങ് പവർ പോയിന്റ് പ്രസന്റേഷൻസ് ആൻഡ് ഓൾ ദോസ് തിങ്സ്. എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ 2 സെക്ഷൻസ് ആയിരിക്കും. ഒബ്വിയസ്ലി യെസ്. നമുക്കൊരു ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടു നോക്കാം അല്ലേ? ക്വസ്റ്റ്യൻ പേപ്പർ 2 സെക്ഷൻ ആയിരിക്കും. സെക്ഷൻ എ ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, സെക്ഷൻ ബി സ്ട്രാറ്റജിക് മാനേജ്മെന്റ്. സെക്ഷൻ എ 35 മാർക്ക്, സെക്ഷൻ ബിയും 35 മാർക്ക്. ഒക്കെ അതിൽ 70 മാർക്ക്. പിന്നെ MCQ ക്വസ്റ്റ്യൻസ് ആണ്, അത് 30 മാർക്ക്. അങ്ങനെ ടോട്ടൽ 100 മാർക്ക്. ചോദിച്ചോളൂ. സാർ, ഇപ്പൊ സ്ട്രാറ്റജിക് മാനേജ്മെന്റിനെ പറ്റിയില്ല പറഞ്ഞ, ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ ഇത്ര ചാപ്റ്റർ ഉണ്ട്? ആക്ച്വലി ഐ എം സ്പെഷ്യലൈസിങ് ഓൺ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ഓൺലി ഡിയർ. അതുകൊണ്ട് എനിക്ക് FM-നെ കുറിച്ച് വലിയ നോളജ് ഇല്ല. ഓക്കെ സർ. FM എടുക്കുന്ന ഐ തിങ്ക് IIT-ലെ വേറൊരു ഫാക്കൽറ്റി ആയിരിക്കും. ഓക്കെ, FM-ന്റെ ക്ലാസ് നമ്മൾ കൊടുക്കുന്നുണ്ട് സർ. ഇൻട്രൊഡക്ഷൻ ഉണ്ടായിരിക്കും. ഇൻട്രൊഡക്ഷൻ ഉണ്ടോ? എത്ര മാർക്കുള്ള ക്വസ്റ്റ്യൻസ്? ലൈക്ക് നമുക്ക് വരുന്നത് ബേസിക്കലി 5 മാർക്ക് ബേസിസ് ക്വസ്റ്റ്യൻസ് ആണ്.
ഒരു 5 മാർക്ക് ബേസിസിലാണ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ചോദിക്കുന്നത്. 35 മാർക്കല്ലേ ഉള്ളൂ. Therefore 5 മാർക്ക് വെയിറ്റേജ് വെച്ചായിരിക്കും ഓരോ ക്വസ്റ്റ്യൻസും സാധാരണ വരാറ്. ഓക്കെ, പിന്നെ അപ്പൊ ഇത് രണ്ടും രണ്ട് സബ്ജക്റ്റ് ആണോ അതോ രണ്ടും രണ്ട് സബ്ജക്റ്റ് ആണ്. ഒരു പേപ്പറാണ്, ബട്ട് രണ്ട് സബ്ജക്റ്റ് ആണ്. ഓക്കെ ഓക്കെ. ഒന്ന് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഒരു സെപ്പറേറ്റ് സബ്ജക്റ്റ് ആണ്. ഇതും സ്ട്രാറ്റജിക് മാനേജ്മെന്റുമായിട്ട് ഡയറക്റ്റ് കോറിലേഷൻസ് ഒന്നുമില്ല. ഓക്കെ, അവിടെ പഠിക്കുന്ന കൺസെപ്റ്റ്സും ഇവിടെ പഠിക്കുന്ന കൺസെപ്റ്റ്സും ഡിഫറെന്റ് ആയിരിക്കും. ഒന്ന് Okay. എൻറ്റയർലി പ്രോബ്ലം പേപ്പറാണ്, വിച്ച് മീൻസ് യു ഹാവ് ടു ടേക്ക് യുവർ കാൽക്കുലേറ്റർ ആൻഡ് വർക്ക് ഔട്ട്. ഓക്കെ, മറ്റേത് എൻറ്റയർലി തിയറി ബേസ്ഡ് പേപ്പറാണ്, SM സ്ട്രാറ്റജിക് മാനേജ്മെന്റ്. അവിടെ നിങ്ങൾക്ക് ആക്ച്വലി ഈ പറഞ്ഞ കമ്പ്യൂട്ടേഷൻസ് വരുന്നില്ല. ഓക്കെ, ഓക്കെ സർ. പിന്നെ ഹലോ, ഹലോ. യെസ്, പറഞ്ഞു ചോദിച്ചു. ഒന്നുമില്ല സർ. ഒന്നുമില്ല, ശരണ്യ മാത്രമോ, വേറെ ആൾക്കാർ? താങ്ക് യു ശരണ്യ. എനിവേ താങ്ക്സ് ലോട്ട്. കാണുമ്പോൾ ഉറപ്പായിട്ട് ശരണ്യ ഞാൻ മീറ്റ് ചെയ്യും കേട്ടോ. ഓക്കെ. ഓക്കെ, താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. ഇത് എത്തുമ്പോൾ വി ക്യാൻ മീറ്റ്. ഓക്കെ, നമുക്ക് എല്ലാവർക്കും കാണാം. ബട്ട് ബാക്കിയുള്ളവരൊന്നും പറയുന്നില്ലല്ലോ. ഒരു പേപ്പർ പഠിക്കുന്ന ബോറടി ഒഴിവാക്കാനാണോ രണ്ട് സബ്ജക്റ്റ് മിക്സ് ആക്കിയിരിക്കുന്നത്? ഒരിക്കലല്ല, അങ്ങനെയല്ല. ICA ബേസിക്കലി ICAക്ക് അറിയേണ്ട ആവശ്യമില്ല. നിങ്ങൾ ബോറടിച്ചാണോ പഠിക്കുന്നത്, ബോറടിക്കാതെയാണ് പഠിക്കുന്നത്. ICAയുടെ മോട്ടോ തന്നെ എന്താണ്, അല്ലെങ്കിൽ ICAയുടെ വിഷൻ തന്നെ എന്ന് പറഞ്ഞാൽ, ചാർട്ടേഡ് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ പ്രൊഫഷണൽസ് ആവാം, വിത്ത് എക്സ്പെർട്ടൈസ് ഇൻ അക്കൗണ്ടിങ്, ടാക്സേഷൻ, ഓഡിറ്റിംഗ് ആൻഡ് അഷുറൻസ് ആൻഡ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആൻഡ് അതർ ബിസിനസ് കൺസൾട്ടൻസി സർവീസസ്. ഓക്കെ, അന്നേരം ICA ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യക്ക് വേണ്ടത് ഒരു ഇൻഡിപെൻഡന്റ് ആൻഡ് ട്രസ്റ്റഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസിനെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, വിത്ത് സ്കിൽസ് ഇൻ, ശ്രദ്ധിച്ചു, ICAയുടെ വിഷനിൽ പറയുന്ന സ്കിൽസ് ആണ്. എന്തൊക്കെയാണ്? വിത്ത് സ്കിൽസ് ഇൻ അക്കൗണ്ടിങ്, ടാക്സേഷൻ, ലോ, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആൻഡ് ബിസിനസ് കൺസൾട്ടൻസി സർവീസസ്. ഓക്കെ, അന്നേരം നിങ്ങൾക്ക് അക്കൗണ്ട്സ് പഠിക്കാനുണ്ടാവും, നിങ്ങൾക്ക് ടാക്സ് പഠിക്കാനുണ്ട്, നിങ്ങൾക്ക് ലോ പഠിക്കാനുണ്ട്, നിങ്ങൾക്ക് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ യു ഹാവ് ടു ബിൽഡ് ദ സ്കിൽഡ് ഓഫ് എ ബിസിനസ് കൺസൾട്ടന്റ്. നിങ്ങൾക്ക് ഒരു ബിസിനസ് കൺസൾട്ടന്റ് എന്ത് ചെയ്യണം? സ്കില്ല് ഡെവലപ്പ് ചെയ്യണം. അതിന് ബിസിനസ് കൺസൾട്ടന്റ് സ്കില്ല് ഡെവലപ്പ് ചെയ്യണം, വെറുതെ ഇരുന്നാൽ ഡെവലപ്പ് ആവില്ലല്ലോ. ഓക്കെ, അതിനുവേണ്ടി എന്തെങ്കിലും ഒരു സബ്ജക്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോഗ്രാമോ ICA എന്ത് ചെയ്യണം? ഇൻട്രൊഡ്യൂസ് ചെയ്യണ്ടേ? ഓക്കെ, നിങ്ങളോട് ഒരു പ്രൊജക്ട് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാൻ പറയുകയാണ്, നിങ്ങളുടെ CEO ഒന്ന് ചോദിക്കുകയാണ്, ആസ് എ ഫിനാൻസ് മാനേജർ നിങ്ങളോട് ഒന്ന് ചോദിക്കുകയാണ്, ഈ പ്രൊജക്ട് ഞാൻ എടുക്കണോ വേണ്ടയോ? ഹൗ വിൽ യു ഡിസൈഡ്? സർ, ഇക്ക ഒരു പ്രൊജക്ട് എടുത്തോളം എന്നാണ് നമ്മൾ പറയുക. അല്ല, നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ ക്യാഷ് ഫ്ലോസ് അനലൈസ് ചെയ്യണം. എന്നിട്ട് ഈ പ്രൊജക്ട് എടുത്താൽ നമുക്കത് പറയൂ ബെനിഫിഷ്യൽ ആണോ എന്ന് എന്ത് ചെയ്യണം? നോക്കണം. നമുക്കതിനകത്ത് എത്ര പ്രോഫിറ്റ് കിട്ടുന്നുണ്ട് എന്ന് നോക്കണം. അത് നോക്കുന്നതാണ് എന്ത്? ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ഓക്കെ, മാർക്കറ്റ് പ്ലേസിൽ എങ്ങനെ സർവൈവ് ചെയ്യാം? വെറുതെ ഒരു കമ്പനിക്ക് സർവൈവ് ചെയ്യാൻ പറ്റും? ഇല്ല, അവർക്ക് എന്തെങ്കിലും ഒരു പ്രോപ്പർ സ്ട്രാറ്റജി വേണ്ടേ? ബിസിനസ് വേൾഡിൽ എന്താ നടക്കണ്ടേന്ന് അറിയണ്ടേ? ഈ ബിസിനസ് വേൾഡിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്ത് എങ്ങനെ ബിസിനസ് മുമ്പോട്ട് പോകണം എന്ന് തീരുമാനിക്കുന്നതാണ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ്. ഓക്കെ, ഈ പറയുന്ന സ്കിൽസ് എല്ലാം ഉള്ള ഒരാളായിരിക്കണം ചാർട്ടേഡ് അക്കൗണ്ടന്റ്. അതിനുവേണ്ടിയാണ് നമ്മുടെ സിലബസിൽ ഈ പറയുന്ന പേപ്പേഴ്സ് എല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ആൻഡ് നേരത്തെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് വേറൊരു സെപ്പറേറ്റ് പേപ്പർ തന്നെയായിരുന്നു. ബട്ട് ഇപ്പം ICA ന്യൂ സിലബസ് ചേഞ്ച് വന്ന സമയത്ത് ഫിനാൻഷ്യൽ മാനേജ്മെന്റും സ്ട്രാറ്റജിക് മാനേജ്മെന്റും ഒരു പേപ്പറാക്കി എന്ന് മാത്രമേ ഉള്ളൂ. പഠിക്കേണ്ട ആ ഏരിയ ഒന്നും കുറഞ്ഞിട്ടില്ല. Just reduce the number of papers, but you have to study all the concepts which was there in earlier. Hello. പറയൂ. ഓക്കെ, ചോദിച്ചോളൂ.
Okay, that's all. Anyway, hello. ഓക്കെ സർ. Okay. സ്റ്റുഡൻസിന് ഇനി ഡൗട്ട്സോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ ചോദിക്കാനായിട്ട്? ഫൈനലായിട്ട് ചോദിക്കുകയാണ്. ഓക്കെ, നമുക്കപ്പം വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ സർ? ഓക്കെ സർ, Thank ഈ you. ഒരു സെഷൻ എന്ന് പറഞ്ഞാൽ വളരെയധികം എനിക്ക് തോന്നുന്നു ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു സെഷൻ കൂടിയാണ്. കാരണം SM എന്ന് പറയുന്ന ആ ഒരു സബ്ജക്ട് ഇപ്പം തിയറി ആയതുകൊണ്ട് കുറച്ച് ഡ്രൈ ആകുമോ ഇല്ലയോ എന്നുള്ളൊരു ഡൗട്ട് കുട്ടികളുടെ ഇടയിൽ സ്വാഭാവികമായിട്ടും ഉണ്ടാവും. പക്ഷെ അത് സാർ വളരെയധികം ക്ലിയർ കട്ടായിട്ട് അതൊരു എക്സാമിലൂടെ തന്നെ അത് ക്ലിയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ സ്റ്റുഡൻസിനാണെങ്കിലും അതിന്റെ മാർക്കിംഗ് സ്കീം, സബ്ജക്ട് എന്താണ്, എങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആക്കാം എന്നുള്ള ടിപ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സാർ തന്നെ പറഞ്ഞു തന്നു. എനിക്കൊരു മിനി ക്യാപ്സ്യൂൾ രൂപത്തിൽ തന്നെ ആ ഒരു സബ്ജക്ട് സാർ നിങ്ങൾക്ക് എത്തിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഫണ്ണി ആയിട്ട് നമുക്ക് SM-നെ അപ്രോച്ച് ചെയ്യാം. അപ്പൊ അമൽ സാർ നമ്മുടെ ഒപ്പം ജോയിൻ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പം കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ക്ലാസ്സിൽ കാണാം അല്ലേ സർ? ഉറപ്പായിട്ടും കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ക്ലാസ്സിൽ കാണാം. ഉറപ്പായിട്ടും ഓൺലൈൻ എടുക്കുന്ന കാര്യത്തിൽ നിങ്ങളൊക്കെ ഇങ്ങനെ വീഡിയോ ഒക്കെ കാണുന്നില്ലല്ലോ, നമ്മളൊന്നും കാണുന്നില്ലല്ലോ. When you I see you guys, I will be more happy and more interactive. അതെ. Okay. മാത്രമല്ല നമ്മൾ ക്ലാസ്സിൽ എടുക്കുന്ന സമയത്ത് ലൈക്ക് വൈസ് ഇറ്റ് വിൽ ബി വെരി ഫണ്ണി ഗൈസ്. അതെ. നമ്മൾ ഈ പറയുന്ന യാതൊരു തരത്തിലുള്ള ഒരു ബോർഡമോ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ക്ലാസ്സിൽ ഉണ്ടാവില്ല. ദാറ്റ് ഐ ക്യാൻ അഷ്യൂർ യു. ഓക്കെ. അതെ അതെ. ഇനി എന്തെങ്കിലും കാരണവശം കൊണ്ട് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ആൾക്കാർ ഫെയിൽ ആവുന്നുണ്ടെങ്കിൽ അവർ ചെയ്യുന്ന പരിപാടി ഇതിന് വളരെ സിമ്പിൾ ആയിട്ട് അപ്രോച്ച് ചെയ്യുന്നുണ്ട്. ഇത് പിന്നീട് എപ്പോഴെങ്കിലും പഠിച്ചാൽ മതി എന്ന് വിചാരിച്ചിട്ട് പിന്നെ പഠിക്കാതെ പോകുന്നതുകൊണ്ടാണ് SM-ൽ ആൾക്കാർ ഫെയിൽ ആവുന്നുണ്ടെങ്കിൽ. ഓക്കെ. അതല്ലാത്ത പക്ഷം സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്. നിങ്ങൾ പ്രോപ്പർ ആയിട്ട് റിവിഷൻ പ്ലാൻ വെച്ച് പോവുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യും. നമ്മൾ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് പഠിക്കുന്ന ആൾക്കാരല്ലേ. Therefore, we have to develop a strategy for how to crack strategic management. അല്ലേ? അതായത് ultimately, I will tell you how to crack strategic management with a strategy itself. Okay? We have a strategy which is working for years and that will working for you. Okay. What else, madam? Thank you, madam. ഓക്കെ, അപ്പൊ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സിൽ കാണാം. അപ്പൊ താങ്ക് യു സർ, വൺസ് അഗെയിൻ വെരി മച്ച് താങ്ക്ഫുൾ ടു യു ഈ ഒരു ബിസി സ്കെഡ്യൂളിൽ നമ്മുടെ സ്റ്റുഡൻസിന് വേണ്ടി ജോയിൻ ചെയ്തതിൽ. അപ്പൊ താങ്ക് യു സർ ആൻഡ് വെരി ഗുഡ് നൈറ്റ് സർ. Good ആൻഡ് night. ഗുഡ് നൈറ്റ് സ്റ്റുഡൻസ്. Yes. പറഞ്ഞോളൂ. Anything to ask? Okay, good night.